ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയായിട്ടാണ്. ഇത് ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം അങ്ങനെ ഏതിലേക്ക് നമുക്ക് സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേട്ടോ. ഇതിലേക്ക് നമ്മൾ തേങ്ങ ഒന്നും അരച്ചെടുക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യേണ്ട മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പോളം ചെറുപയറാട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഈ ഒരു ബൗളിലേക്ക് അങ്ങിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അതിപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് അങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണേ. ഇനി കഴുകി എടുത്തിട്ടുള്ള ചെറുപയർ നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്മളിത് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 250 ml കപ്പിന് 2 കപ്പോളം വെള്ളമാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് ചെറുപയർക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 2 വിസിലടിച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഫ്ലെയിം ഒന്ന് സിമ്മിലോട്ട് മാറ്റിയിട്ട് അങ്ങനെ വെച്ച് നമുക്ക് അപ്പോഴേക്ക് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ടാണ്. വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്താന്നുണ്ടെങ്കിൽ ഒരു 2 വിസിലടിച്ച് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം എടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 വിസിലടിച്ച് ഒരു 5 മിനിറ്റോളം ഒന്ന് സിമ്മിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ അതാ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അതിൻ്റെ എയറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് കണ്ടില്ലേ, നല്ല പോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈം തന്നെ വെച്ചാൽ മതി. 2 വിസിലിൽ ഒരു 5 മിനിറ്റോളം ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്നതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് ഉടച്ചെടുക്കുക. വല്ലാണ്ട് ഉടയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നങ്ങ് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു വരും, ചെറുപയറായതുകൊണ്ട് തന്നെ. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്നങ്ങ് ചൂടായി വരുന്നതോട് കൂടിയിട്ട് 1 ടീസ്പൂണോളം കടുകാട്ടോ എടുത്തിട്ടുള്ളത്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകാട്ടോ എടുത്തിട്ടുള്ളത്, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് പൊട്ടിയിട്ട് വരട്ടെ കേട്ടോ. ഫ്ലെയിം ഒരു മീഡിയത്തിൻ്റെ സിമ്മിൻ്റെ ഇടയിൽ വെച്ചാൽ മതിയേ. അതൊന്നങ്ങ് പൊട്ടിയിട്ട് വന്നാൽ പിന്നെ അതിലേക്ക് ഞാനൊരു 2 വറ്റൽമുളക് കേട്ടോ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കേണ്ടത്. ഫ്ലെയിം സിമ്മിലും ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. വറ്റൽമുളകിൻ്റെ കളറ് പെട്ടെന്ന് ചേഞ്ച് ആയി പോകും തീ കൂടി പോയാൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 3 അല്ലെങ്കിൽ 4 പച്ചമുളക് കേട്ടോ, അത് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 4 എടുത്തിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് 1-2 മിനിറ്റോളം ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ ഉള്ളി കേട്ടോ, അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു ടീസ്പൂൺ അടുത്ത് കണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കാം. നല്ല പോലെ ഒന്ന് വഴന്ന് വരണം കേട്ടോ ഉള്ളി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ വരും കേട്ടോ. അതിൽ ആളുള്ള ഓപ്ഷൻ കൊടുത്ത് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അതൊന്ന് ഏകദേശം വഴന്ന് വന്നാൽ പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടിയാട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് 1-2 മിനിറ്റോളം ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. ആ ഒരു പൊടിയുടെ ഒരു പച്ച സ്മെല്ലും ടേസ്റ്റൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയറുണ്ടല്ലോ, അതങ്ങ് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. മൊത്തം അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ.
അത് മൊത്തം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 കപ്പോളം വെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പോളം വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത് നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ട കുടഞ്ഞങ്ങ് വരും കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതിയേ. ഇപ്പോൾ അത് ഒരു 5 മിനിറ്റോളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കറി നല്ലപോലെ തിളക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ കറിയാണ്. നമുക്ക് ഏതിലേക്കും സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.